എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള പെസഹ അപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ പെസഹയ്ക്ക് മാത്രം ചെയ്തു വരുന്ന അപ്പങ്ങളാണ്. 2 തരം അപ്പങ്ങൾ ചെയ്യാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ഒന്നേ ഉള്ളൂ. നമ്മളുടെ നാട്ടിലൊക്കെ 2 തരം ചെയ്യാറുണ്ട്. ആ അപ്പങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. ആവിയിൽ വേവിച്ചെടുത്ത പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടെടുത്ത അപ്പങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 3-4 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കാം നമുക്കിത്. എന്നിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ 2 അപ്പങ്ങൾക്കും ഒരേ കൂട്ട് തന്നെയാണ് കേട്ടോ. ഒരെണ്ണത്തിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്, മറ്റതിൽ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിടണം. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ആ പൊടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നാണ് കേട്ടോ ചേർക്കുന്നത്. ഉഴുന്ന് അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഉഴുന്ന് വറുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഉഴുന്ന് വറുക്കാതെ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതേ രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ പുളിപ്പില്ലാത്ത അപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്, ഒരു 2 അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 തവി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലിരിക്കുന്നതാണ് കേട്ടോ പുളിപ്പില്ലാത്ത അപ്പത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്, ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയുടെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നാളികേരം ചിരകിയത്, ഒരു 3 വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. എന്നിട്ടൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ പാത്രത്തിലിരിക്കുന്ന ആ മാവുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളിതൊന്ന് ഇറക്കി വെച്ചിട്ട് ആ മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പെസഹ അപ്പം വേണ്ടത്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഇനി നമ്മളിതാ ഇതിൽ കുരുത്തോല കുരിശ് പോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ട്രഡീഷണലാണ്. അവസാന പെരുന്നാളിന് കിട്ടുന്ന കുരുത്തോല വെഞ്ചിരിച്ചതാണ്, അതാണ് കേട്ടോ നമ്മൾ വെച്ചെടുക്കുന്നത്. അത് കുടുംബത്തിലെ മൂത്ത ആളാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. കുടുംബനാഥനാണ് ഈ കുരുത്തോല വെച്ചെടുക്കുന്നത്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് നേരം മതി കേട്ടോ നമ്മുടെ അപ്പം റെഡിയാവാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് മാവുണ്ടല്ലോ അതിലേക്കുള്ള ചുട്ടെടുത്ത അപ്പമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി, അതായത് ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങാക്കൊത്താണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം.
ചില സ്ഥലങ്ങളിലൊക്കെ 2 അപ്പങ്ങളില്ല കേട്ടോ, ഒരപ്പം മാത്രമേ ഉള്ളൂ. അതും പുളിപ്പില്ലാത്ത അപ്പം മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ സ്ഥലത്ത് ഈ ഒരപ്പം കൂടി ചെയ്തെടുക്കാറുണ്ട്, ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ളത്. അതാണ് കേട്ടോ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന ആ പാൻ തന്നെയാണ് കേട്ടോ. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തവി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരപ്പം കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്, നൈസാക്കിയിട്ടല്ല. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വശം തിരിച്ച് മറിച്ചൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ അളവിൽ 3 ചുട്ടെടുത്ത അപ്പം, പുളിപ്പില്ലാത്ത അപ്പം 2 എണ്ണമാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്പങ്ങൾ മുറിച്ചൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ വർഷം പെസഹയ്ക്ക് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ആക്കുന്നത്. അത് നമ്മൾ പള്ളിയിൽ വൈകിട്ട് 7 മണിയുടെ പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ട് കുടുംബനാഥനാണ് ഈ അപ്പമൊക്കെ മുറിച്ച് പാലിൽ മുക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, അപ്പം മുറിച്ച് വയ്ക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്ക്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന പെസഹ അപ്പങ്ങളാണ്. പാലിൻ്റെ റെസിപ്പി കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൽ ടാഗ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആ പാലിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്ക്. വിത്തൗട്ട് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. ശരി, പോയിട്ട് വരാം.